ഇവിടെ പതിവ് പോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM തോൽക്കും. CPM തോറ്റാൽ ആദ്യമായിട്ട് അവർ നടത്തുന്ന ആക്രമണം മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ, അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. പോലീസിന് ഇക്കാര്യം വളരെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് നോക്കി നിൽക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ. ഞങ്ങൾ ഈ അടുത്ത് ഒരു 6 മാസം മുമ്പാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് വളരെ മനോഹരമായി നവീകരിച്ചത്. ആ ഓഫീസാണ് പൂർണ്ണമായും അടിച്ച് തകർത്തിരിക്കുന്നത്. ഇതൊരു കണ്ണൂർ മോഡൽ ആക്രമണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആക്രമണം കൊണ്ട് നേരിടാൻ UDF ആഗ്രഹിക്കുന്നില്ല. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF LDF അല്ല എന്നതുകൊണ്ടാണ്. അത്തരമൊരു ആക്രമണവും അത്തരമൊരു ഗുണ്ടായുസവും ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് CPMൻ്റെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള വാർഡുകളിൽ പോലും അവർ തോറ്റമ്പിയത്. സ്വാഭാവികമായിട്ടും അത്തരമൊരു പരാജയമുണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് പകരം ഏറ്റവും നീചമായ ഒരാക്രമണം വീണ്ടും ജനങ്ങൾക്ക് നേരെ അഴിച്ചുവിടുകയാണ്. അപ്പോൾ രാത്രി UDFൻ്റെ മുഴുവൻ നേതാക്കന്മാരും രാത്രി തന്നെ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഞങ്ങളുടെ പ്രതിഷേധ സമരവുമായി തെരുവിലിറങ്ങി നട്ടപ്പാതിര വരെയും ആ സമരം തുടർന്നു. സമരത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് വെച്ച ഒരു കാര്യം, പ്രതികളെ പിടിക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ണൂരിലെ ആക്രമണം, വടകര താലൂക്കിലെ ആക്രമണം, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഭാഗത്തുണ്ടാകുന്ന ആക്രമണം, അതിന് സമാനമായ ഒരു മൈൻഡ് സെറ്റുള്ള ചില നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് CPMൻ്റെ നേതാക്കന്മാർ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത്തരത്തിൽ ജനപിന്തുണ നഷ്ടപ്പെട്ടിട്ടും അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ വലിയ പരാജയമാണ്.